കുഞ്ഞ് എഴുന്നേക്കടി. തക്കളി കട്ടൻ ചായ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. നമ്മളെ സംതൃപ്തിക്ക് നമ്മൾ തന്നെ ഇട്ട് കുടിച്ചാൽ പറയണ കേക്ക്. നീ എഴുന്നേക്കാൻ. അവളെ എഴുന്നേറ്റില്ല ഇതുവരെ. സ്കൂളിലൊന്നും മോളിലേ കൊച്ച്. കട്ടൻ ചായ ഉണ്ടോ? ഇതാണ് സാധനം. ആ ചായയും കുടിച്ചോണ്ടിരുന്നോ? ഒരു സമാധാനം ഇല്ല മനുഷ്യന്. ഞാൻ നിന്നിപ്പോ എന്ത് സമാധാനക്കേട് ഉണ്ടാക്കി? ആ കൊച്ചു കിടക്കണ കിടപ്പ് കണ്ടോ ക്ലീറ്റോ? ഇന്നലെ രാത്രി മുതൽ കിടക്കണത് അവിടെ. അതിനെന്ത് പ്രശ്നം നീ ചോദിച്ചില്ലേ? ചോദിച്ചാ പറയണ്ടേ? ഞാൻ ചോദിച്ചു, കനകൻ ചോദിച്ചു, അമ്മാവൻ ചോദിച്ചു, ജമന്തി ചോദിച്ചു. ഇനിയിപ്പൊ എങ്ങനെ എന്തെന്നാ പറയണേ? എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ ആശുപത്രി കൊണ്ടുപോകും. ഇത് അതും പറയണില്ലല്ലോ. തോന്നണുണ്ടോ കണ്ടിട്ട്? ഒന്നും തോന്നണില്ല. പെങ്കൊച്ച് ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ വലിയ പാടാ എനിക്ക്. സ്കൂളിൽ ഇനി പഴയ പോലെ വല്ല ചെക്കന്മാര് വല്ല കത്ത് കൊടുക്കുക അതൊന്നുമല്ല. അതിൻ്റെയൊക്കെ പ്രായം കഴിഞ്ഞില്ല. അവള് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് വന്ന് പറയും. അതൊന്നുമല്ല. ഇത് നമുക്ക് പേടിയുള്ള എന്തോ സംഗതി ഉണ്ടായിട്ടുണ്ട്. എനിക്ക് മനസ്സിലായി. പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞാൽ നീ എന്താ പറഞ്ഞ് പേടിപ്പിച്ചേ? പറ, എന്താ പറഞ്ഞേ? മാർക്ക് കുറയുമ്പോൾ എന്തെങ്കിലും പറയണത് അത് അപ്പനമാരും അല്ല എപ്പോഴും പറയും. നീ അങ്ങനെ പറയരുത്. നീ എപ്പോഴും ഈ കൊച്ചിനെ പല പിള്ളേരുമായിട്ട് താരതമ്യം ചെയ്യും. നിന്റെ ഗൗരിക്ക് എത്ര കിട്ടി, അവൾക്ക് ഇത്ര കിട്ടി, മറ്റേ കൊച്ചിന് അത്ര കിട്ടി, ഇത്ര കിട്ടി എന്ന് പറഞ്ഞ് ഇവിടെ മറ്റു പിള്ളേരുമായിട്ട് നീ താരതമ്യപ്പെടുന്നത് അത് പിള്ളേർക്ക് മാനസികമായിട്ട് അതിപ്പോ എപ്പോഴും ചെയ്യണതല്ലേ? അതിപ്പോ ഇന്നലെ ഒരു ദിവസമാണ് അത് ചെയ്തേക്കുന്നത്. അതെ എടി, ഇതിങ്ങനെ പിള്ളേരുടെ ഉള്ളിൽ കിടക്കും. ഇതിങ്ങനെ കിടന്ന് അവർ പേടിയാവും. അത് തന്നെ സംഭവം. അങ്ങനെയൊന്നുമില്ല. പിന്നെ പിള്ളേര് പഠിക്കണ്ടേ നല്ലോണം? അതിനല്ലേ നല്ലതല്ലേ പറഞ്ഞു കൊടുക്കണം. തന്നെ ഈ ലോകത്തുള്ള എല്ലാ പിള്ളേരും കൂടെ പഠിച്ച് എഞ്ചിനീയറും ഡോക്ടറും ഒക്കെ ആയിട്ട് കളക്ടറും ഒക്കെ ആയി കഴിഞ്ഞാൽ സാധാരണക്കാർ കുറച്ച് വേണം, വേറെ ജോലി ചെയ്യാൻ ആളുകൾ വേണം. നീ ഒരു കാര്യം ആലോചിക്കണം. നിൻ്റെ എൻ്റെ മോളാണ് കേട്ടോ. കുറച്ച് നല്ലത് എന്തെങ്കിലും കിട്ടിയാൽ അത് എൻ്റെത്. പിന്നെ എന്തെങ്കിലും അവൾക്ക് പോരായ്കളുണ്ടെങ്കിൽ അത് നിൻ്റെതായിരിക്കും. അങ്ങനെ ആയിരുന്നല്ലോ നിൻ്റെ പഠിപ്പ് പള്ളിക്കൂടത്തിൽ പഠിക്കുമ്പോൾ തന്നെ. പിന്നെ ഈ കൊച്ചിനെ നീ ഇപ്പോൾ പഠിപ്പിച്ച് അങ്ങ് ഇതാക്കാനും നോക്കല്ലേ. എല്ലാ തന്തേന്നുള്ളമാർക്കുള്ളൊരു സൂക്കേടാണ്. അവരെങ്ങനെയായിരുന്നു എന്നൊന്നും ചിന്തിക്കൂല. മക്കളും അങ്ങ് പഠിപ്പീര് 24 മണിക്കൂർ 10 എടുത്ത് വെച്ച് പഠിക്കാൻ പറഞ്ഞ് കൊച്ചുകൾ മാനസികമായിട്ട് ഇതായി പോകും. അതിന് കളിക്കാനും കൂടെ വിടണം. ഞാൻ പറഞ്ഞു ക്ലീറ്റ്. ഇപ്പം അതൊക്കെ പറഞ്ഞ് പരീക്ഷയ്ക്ക് തോറ്റാലും കുഴപ്പമില്ല മോൻ എന്തിനാ ഇങ്ങനെ വിഷമിച്ചിരിക്കണെന്ന് ചോദിച്ചിട്ട് അവള് പറയണ്ടേ ക്ലീറ്റോ? ഈ മോഡൽ പരീക്ഷയിലെ പേപ്പറെല്ലാം കിട്ടിയായിരുന്നോ? അതൊക്കെ ഒപ്പിട്ട് കൊടുത്തോ? അതിൻ്റെ മാർക്ക് ഒന്നും തോറ്റിട്ടൊന്നുമില്ലല്ലോ. ഇല്ല. ആ പിന്നെ അത്രയൊക്കെ പഠിച്ചാൽ മതി അവള്. അത് അങ്ങനെയൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കും. ഇത് അത് അങ്ങനെ എന്തോ ആണ്. ഒന്നുമല്ല, വേറെ എന്തോ കുഴപ്പമുണ്ട് എൻ്റെ കുഞ്ഞിന്. ഇന്നിപ്പോ സ്കൂളിൽ പോകാൻ മടി പിടിച്ച് കിടക്കുക കാണുന്നത്. ഒന്നുമില്ലെങ്കിൽ പിന്നെ നീ എന്തിനിങ്ങനെ കരയണ തക്കളി? ഡാഡി ദേഷ്യം പിടിപ്പിക്കരുത്. ഡാഡി വളരെ സ്നേഹത്തോടെ ചോദിക്കണം. കരച്ചിലോട് കരച്ചില്. എനിക്കെന്നെ ഞാനേ ചോദിക്കേണ്ട രീതിയിൽ ചോദിക്കാൻ എനിക്ക് അറിയാം. ചുമ്മാ ഇടാവളെ വിളിക്കേ. തക്കളേ ഒന്നുമില്ല, അവളേക്ക് വരട്ടെ. വാ മക്കളേക്ക് വാ. എന്തോന്നറിയാം മനുഷ്യനെ ആദ്യം പിടിപ്പിക്കാതെ നിങ്ങൾ ആരെങ്കിലും ഒന്ന് പറയോ? കാര്യം പറഞ്ഞാ കാര്യം അറിഞ്ഞോ? അല്ലേ നീ കാര്യം പറയണേ. എന്തോന്നു? ഒന്നുമില്ല, പേടിക്കാൻ വേണ്ടി ഒന്നുമില്ല. ഇത് കഴിഞ്ഞ ദിവസം സ്കൂളിൽ നിന്ന് പുറത്തിറങ്ങിയ അടുത്ത് സ്ഥിരമായിട്ട് സാധനം മേടിക്കുന്ന ഒരു കടയുണ്ട്. ഈ ബുക്ക് ചാർട്ട് മറ്റേ സാധനങ്ങളൊക്കെ ഇല്ലേ, പേപ്പർ ഒക്കെ മേടിക്കുന്ന സാധനങ്ങളില്ലേ, ആ കടയ്ക്ക് ബുക്ക് സ്റ്റാൾ കയറി ഒരു സാധനം മേടിച്ചു. അപ്പോൾ അവളെ കൂട്ടുകാരൊക്കെ നേരത്തെ ഇറങ്ങിപ്പോയി. പൈസ ബാലൻസ് മേടിക്കുക അവളാ നിന്നത്. ഇറങ്ങാൻ നേരത്തെ വായി നോക്കി ഇവിടെ കയ്യിലാണ്ട് പിടിച്ച് അപ്പുറത്തെ കണ്ടു. അവിടെ സംസാരിക്കാൻ സമ്മതിക്കങ്ങള് അത് കേൾക്കുന്നവരാണോ എങ്കിലും അവർ പറയുള്ളൂ. ഇങ്ങനെ ചാടി കടിച്ച് പറഞ്ഞ പിന്നെ കുട്ടികൾ കൂടെ ഒന്ന് പറയും. ഇതെന്ത് ചെയ്യുമെന്ന് പറയും. ഇതാണ് കുഴപ്പം. കാര്യം ഇപ്പൊ മനസ്സിലാകും. എന്താണ് കാര്യം കേട്ടാ മതി. ഇല്ലല്ലോ, അവള് വെറുതെ ഇരുന്നില്ല. എന്നിട്ട് അവൾ ഇവിടുത്തെ കൊച്ചല്ലേ, ഒരു ഒറ്റ ഇടി എടുത്തിട്ട് മൂക്കാണ്ടെങ്കിൽ കൊടുത്തരണം. ആ എന്റെ മൂക്കൊന്ന് ചോര കണ്ടു വന്നു. രക്തം മക്കളെ അതിൽ കുഴപ്പമില്ല. അയാളുടെ മൂക്കൊന്ന് ചോരന്ന് പേടിച്ചു വരാം. മക്കളെ അതിൽ ഒരു കുഴപ്പമില്ല. നമ്മുടെ അടുത്ത് മോശമായ ആര് പെരുമാറിയാലും
അവരോട് ഇങ്ങനെ തന്നെ പ്രതികരിക്കണം. എന്റെ പൊന്ന് മക്കളെ, ഇത് ഡാഡി ചോദിച്ചിട്ടൊന്ന് പറയണ്ടേ? മോളവന് നല്ല ഇടി കൊടുത്തല്ലേ അല്ലേ? മിടുക്കി ഇങ്ങനെയാണ്. എന്താ വീട്ടിലൊന്നും പറയാത്ത മക്കളെ? നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി സ്കൂളിൽ പോയിട്ട് തിരിച്ചു വരുന്നവരെ എന്ത് സംഭവിച്ചാലും അത് മാതാപിതാക്കളോട് പറയണം. അത് പറയാനുള്ള സ്വാതന്ത്ര്യം രക്ഷാകർത്താക്കളും കൊടുക്കണം. ചാടി കളിച്ച പിന്നെ എങ്ങനെ കുട്ടികൾ പറയും? മക്കളെ, നല്ലിനോട് പിണങ്ങാനും ചെയ്യരുത്. നല്ലിനെ കൊണ്ട് സത്യമൊക്കെ ജയിച്ചവള് വീട്ടിൽ പറഞ്ഞോ ഞാൻ പിന്നെ മിണ്ടൂല എന്നൊക്കെ പറഞ്ഞോളത്. അങ്ങനെ വിചാരിക്കട്ടെ മക്കളെ. ഇതിപ്പോ നല്ലുമോള് പറഞ്ഞോണ്ടല്ലേ നമ്മൾ അറിഞ്ഞത്. അതെ, നല്ലു ഇതാണ് ചേച്ചിയെ കണ്ടുപിടിക്കണം. ഇതുപോലെ ആയിരിക്കണം. നമ്മളോട് ഒരാൾ മോശമായിട്ട് പെരുമാറിയാൽ നമ്മൾ ഉറക്കെ വിളിക്കുകയോ ആളെ വിളിച്ചു കൂട്ടുകയോ ഇങ്ങനെയൊക്കെ ചെയ്യണം. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പറയണം. എല്ലാ കാര്യം വേണ്ട. മാമൻ പറഞ്ഞനക്ക് അപ്പൂപ്പൻ പറഞ്ഞനക്ക് വീട്ടിൽ നിന്ന് പറയണം. ടീച്ചർ പറഞ്ഞിട്ടില്ല അങ്ങനെ? ഗുഡ് ടച്ചും ബാഡ് ടച്ച് ഒക്കെ പഠിപ്പിച്ചിട്ടില്ലേ? അതൊക്കെ പെൺകുട്ടികൾ മനസ്സിലാക്കി വെച്ചേക്കണം. ആൺകുട്ടികളും ഇപ്പോഴേ എങ്ങനെ തോന്നുന്നു? മനസ്സൊന്ന് സമാധാനമായ? വിങ്ങിപ്പൊട്ടി വിങ്ങിപ്പൊട്ടി പറയണില്ലെന്ന് എല്ലാം ഒന്ന് തുറന്ന് പറഞ്ഞാൽ മതി. ഇനിയിപ്പോ എന്റെ മോളെ ധൈര്യമായിട്ട് അമേരിക്കയിൽ വേണമെങ്കിൽ എനിക്ക് ഒറ്റയ്ക്ക് വിടാം. എന്റെ മോള് എത്ര നാളെ നിന്റെ മോള് എന്നല്ലേ പറഞ്ഞത്? ഞാൻ പറഞ്ഞ അങ്ങനെ എന്റെ ബുദ്ധിയും നിന്റെ കഴിവും അതെന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ. ഞാൻ മോശമായിട്ടല്ല. ഇപ്പൊ ഏതായാലും നല്ലൊരു കാര്യമായിരുന്നു. കുഴപ്പമൊന്നുമില്ല. മക്കൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. എന്തുണ്ടെങ്കിലും അച്ഛനോടും അമ്മയോടും വീട്ടുകാരോടും വന്ന് ചർച്ച ചെയ്യണം കേട്ടോ. ചോറ്